ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ ഹൃദയപൂർവ്വം 14 ദിനങ്ങൾ പിന്നിടുകയാണ്. സിനിമയുടെ ബഡ്ജറ്റ് എത്രയെന്ന ചോദ്യമാണ്. ഇവിടെ സിനിമ 14-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ മികച്ച രീതിയിലുള്ള റെസ്പോൺസുമായി മുന്നോട്ട് പോകുന്നു. സിനിമയ്ക്ക് 12 ദിവസങ്ങൾ കൊണ്ട് തന്നെ 62 കോടി രൂപയാണ് വേൾഡ് വൈഡായിട്ട് ലഭിച്ചിരിക്കുന്നത്. 13-ാം ദിനത്തിലും സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. അങ്ങനെ മൊത്തം 33 കോടിയോളം ആണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സിനിമ നേടിയത്. അതായത് 64-65 കോടിയിലേക്ക് 13 ദിനത്തെ കളക്ഷനിലൂടെ സിനിമ എത്തുന്നു. സിനിമയുടെ ഒരു മികച്ച ഒരു ഫാമിലി എൻ്റർടൈനർ എന്നുള്ള പേര് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പുറത്ത് ലോക ചാപ്റ്റർ 1 ക്വാളിറ്റി വൈസ് അതിഗംഭീരം എന്നുള്ള ആ ചിത്രത്തിനൊപ്പം ഈ ഒരു സിനിമ യാതൊരു പോറലും വെക്കാതെ മുന്നോട്ട് പോകുന്നു. പലരും വീഴുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിൽ അതിന് മുകളിലേക്ക് പായുന്ന ഒരു വലിയ സംഭവമായി തന്നെ ഈ സിനിമ തുടരുകയാണ്. കാരണം ഒരു കുഞ്ഞൻ സിനിമയാണ്. പ്രത്യേകിച്ച് മോഹൻലാൽ സിനിമകളിൽ നമ്മൾ അല്ലെങ്കിൽ പലരും പ്രതീക്ഷിക്കുന്ന പോലെ മീശ പിരിക്കലും മുണ്ട് മടക്കി കുത്തലും അല്ലെങ്കിൽ അടിയിടി അല്ലെങ്കിൽ ഡാൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. ഒരു സാധാ കുഞ്ഞൻ സിനിമ എന്ന് തന്നെ പറയാം മോഹൻലാലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് കടന്നിരിക്കുന്നു. നമുക്ക് സിനിമയുടെ ബഡ്ജറ്റ് കാര്യങ്ങളിലേക്ക് കടന്നു വരാം. സിനിമയുടെ ബഡ്ജറ്റായി പറയുന്നത് സിനിമയ്ക്ക് 25 കോടിയോളമാണ് എന്നുള്ളതാണ്. മോഹൻലാലിൻ്റെ റിന്യൂമറേഷനും ചേർത്തിട്ടുള്ളതാണ്. അതെ, ഇതൊരു ചെറിയ സിനിമയാണെന്നറിയാം. പൂനെയിലാണ് സിനിമയുടെ കുറേ ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചത്. അതും എല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരു സത്യനന്ദിക്കാടിൻ്റെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരുന്ന ചിത്രമായി മാറി. പക്ഷേ ഇതൊരു താരതമ്യേന കുഞ്ഞ് ചിത്രമാണെന്നും നമുക്കറിയാം. അപ്പോൾ സിനിമയുടെ ശരിക്കുമുള്ള ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ആ ഒരു റിന്യൂമറേഷൻ കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം 15 കോടിയോളം മാത്രമാണ്. ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ മികച്ച റെസ്പോൺസും. സാധാരണ മലയാളി പ്രേക്ഷകർ കൊതിക്കുന്നത് ഇമാതിരി സിനിമകൾ തന്നെയാണ്. അതുതന്നെയാണ് ഈ സിനിമയുടെ വിജയവും. വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഫാമിലിക്ക് ചിരിച്ചും അല്ലെങ്കിൽ സന്തോഷിച്ചും ചെറുതായി കണ്ണ് നിറഞ്ഞുമൊക്കെ ഒന്ന് ഇറങ്ങാൻ കഴിയുമെങ്കിൽ അവർക്ക് അതാണ് വേണ്ടത്. അവർക്ക് തോക്കെടുത്ത് കറങ്ങി വെടിവെക്കുന്ന പരിപാടികളേക്കാളും ഇഷ്ടം ഇങ്ങനെയൊക്കെയുള്ളതാണ്. എന്നാൽ അത് വേണ്ട എന്നല്ല, വല്ലപ്പോഴുമൊക്കെ അങ്ങനെയുള്ള സിനിമകളുമാവാം. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.